ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ജിങ്ഷി ഞാനൊരു മെസ്സേജ് അയക്കും, നൈറ്റ് നീ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാന്നറിയും. ഓക്കെ, എന്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാന്നറിയും. അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് വന്നാൽ മതി എന്നും പറഞ്ഞ് ആ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ജംഗ്ഷൻ നേരത്തെ തന്നെ ആ ഒരു പ്ലേസിലേക്ക് എത്തും. എന്നിട്ട് അവിടെ ചെന്ന് ടെലസ്കോപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിന് ഞാനും അങ്ങോട്ടേക്ക് എത്തും. നീ ഇങ്ങോട്ട് വന്ന് നോക്കി, ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്റ്റാറിനെ കാണാം, നീ അതിലൂടെ നോക്കി, ഭയങ്കര ഷൈനിങ് ആയിട്ടില്ലേ നീനെ ചോദിക്കും. അങ്ങനെ ഞാനും നോക്കി അതേന്ന് പറയും. അങ്ങനെ ഞാനും ജിങ്ഷയും കൂടി പയ്യെ അവിടെ നടക്കും. കുഞ്ഞുനാളിലൊക്കെ ഒറ്റക്കായി എന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാല് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർസ് ഒക്കെ കാണും. എനിക്കിങ്ങനെ സ്റ്റാർസ് ഒക്കെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുമല്ലാണ്ട് ഈ ഒരു പ്ലേസിലേക്ക് വന്ന ഒരു പോസിറ്റീവ് വൈബാണ്. ഇന്നാണെങ്കിലോ എനിക്ക് എക്സ്ട്രാ സന്തോഷമുണ്ട്. എന്റെ കൂടെ സ്റ്റാർസ് കാണാനായിട്ട് നീയും എന്റെ അടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ സ്പെഷ്യൽ ഡേ ആണെന്ന് പറയും. എനിക്കും ഈ സ്റ്റാർസിനെയൊക്കെ പറ്റി അറിയാം. അതുമല്ലാണ്ട് എന്റെ സ്റ്റാറിനെ ഞാൻ കണ്ടെത്തി. ആ സ്റ്റാറിന് ഞാനിപ്പോ കിസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് ജംഗ്ഷനെ പിടിച്ച് കിസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഈസോയും ഞാനിനെ കാണാനായിട്ട് വരും. നിനക്കധികം ടൈം ഇല്ലാന്ന് എനിക്കറിയാം. നെക്സ്റ്റ് നീ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഞാനും എന്തായാലും ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഈസോയിനെ അവിടെ നിന്ന് പറഞ്ഞഴക്കും. അതേ ടൈം ജിൻസിനെയൊക്കെ കാണിക്കാണ്. ഇവർക്കിപ്പോ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ഓക്കെ ആണെങ്കിൽ ഇത് റിസർച്ച് ചെയ്യാനായിട്ട് ഒരു 2 മില്യൺ വരെ ഫണ്ട് കിട്ടും. ഇപ്പൊ ഈ കാര്യം അറിഞ്ഞ് സീസോ ഭയങ്കര ഹാപ്പി ആകും. അതേ ടൈം ഞാനാണെങ്കിലും നേരെ ഗ്രാൻഡ് പെനെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. എല്ലാ പ്രോബ്ലവും ഇപ്പൊ തീർന്നു. ജിങ്ഷിയും പറ്റുന്ന രീതിയിൽ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഞാൻ ഈ കമ്പനി നോക്കിക്കൊണ്ടിരുന്ന ടൈമിനൊന്നും ഇത്രയും പ്രോബ്ലം ഒന്നും ഒരു തവണ പോലും വന്നിട്ടില്ല. നീ വന്ന് കയറിയതേ ഉള്ളൂ, അപ്പൊ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ആണ് കൊണ്ടുവന്നത്. ഇനിയും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പെന്ന് ഇങ്ങനെ ചോദിക്കും. സിഡ്നി വീണ്ടും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാണ്ടിരുന്നാല് ജിങ്ഷിയുടെ കമ്പനിയും ഓക്കെ ആയിരിക്കും എന്നറിയും. ഇത് കേൾക്കുമ്പോ ഗ്രാൻഡ് പ ഷോക്കാകും. എന്ത്, സിഡ്നി ആണോ എന്ന് ചോദിക്കും. അതെ, സിഡ്നി മിസ്റ്റർ ചാനിന്റെ കൂടെയാണ് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയതെന്ന് ഞാനും പറയും. അതേ ടൈം സിഡ്നി ആണെങ്കിലും മിസ്റ്റർ ചാനിന്റെ കൂടെയാണ് ഇപ്പോൾ ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുന്നത്. സിഡ്നി മതി നിർത്ത്, നീ എന്തിനാണ് ഇത്രക്കും ഓവറായിട്ട് കുടിക്കുന്നത്? പണ്ടൊക്കെ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ, നീ നല്ല കൂളായിരുന്നു. ഇപ്പൊ നിന്റെ ലൈഫിലേക്ക് ഞാൻ വന്നതിന് ശേഷം നീ ഇങ്ങനെ സ്റ്റബണായി മാറിയെന്ന് പറയും. എന്തിനാ ഇപ്പോ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നേന്ന് സിഡ്നിയും അപ്പൊ തന്നെ ചോദിക്കും. ഞാനിനി ഒന്നും പറയുന്നില്ല, നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ചെന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ആ ടൈമിലാണ് ചെന്നിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നീ പറഞ്ഞ പോലെ ഡാങ്ങിയാന്റെ സ്റ്റോക്ക് ഒന്നും കുറഞ്ഞിട്ടില്ല, ഇപ്പോ അത് ഇൻക്രീസ് ആയിട്ടുണ്ടെന്നും പറഞ്ഞുള്ള ഒരു മെസ്സേജ് ആണ്. ഇതാണെങ്കിലോ സിഡ്നിയും കാണും. അതേ ടൈം ലില്ലിക്കാണെങ്കിലോ ഈസോയിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. നാളെ നീ ഫ്രീ ആണോ, നമുക്കെന്നാ മീറ്റ് ചെയ്യാന്ന് പറയും. ഇത് കാണുമ്പോഴാണ് ലില്ലിയുടെ ഫേസിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ വരുന്നത്. ആ ടൈമിന് തന്നെ ജിൻസിയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരും. നീ നാൻസിയുടെ ലൈവ് വല്ലതും കണ്ടായിരുന്നു എന്ന് ചോദിക്കും. അങ്ങനെ തന്നെ ഫോൺ എടുത്ത് നോക്കും. നാൻസിയുടെ ലൈവില് ജിൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കണ്ടിട്ട് ജിൻസിയും ലില്ലിയും കൂടി നേരെ നാൻസിയുടെ അടുത്തേക്ക് ചെല്ലും. സോറി നാൻസി, നീ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ടല്ലേ നിന്നെ ഒരുപാട് പേര് ചീത്ത പറഞ്ഞത്. അതേപോലെ ഒരുപാട് ഫോളോവേഴ്സും കുറഞ്ഞു, ഇപ്പതേ വ്യൂസും ഭയങ്കര കുറവായി. ഇതെല്ലാം ഞാൻ കാരണമാണല്ലേ എന്ന് ചോദിക്കും. ഒന്ന് പോയിടിയത്, സോഷ്യൽ മീഡിയ ആകുമ്പോ 1000 പേര് ഒരുപാട് ചീത്ത പറയും, 1000 പേര് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ഇടും. അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് പോണം. വരുന്ന പോസിറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മളിലേക്ക് എടുത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളയണം. അവരുടെ ചിലവിനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറയും. എന്നാലും രണ്ടുപേർക്കും വല്ലാത്തൊരു സങ്കടമാണ്. എന്താണിത്, എന്തിനാ നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നതെന്നും പറഞ്ഞ് നാൻസി രണ്ടുപേരെയും നടുവിലേക്ക് കയറിയെന്ന് രണ്ടുപേരെയും ചിരിപ്പിച്ച് കിസ്സൊക്കെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ജിൻഷി നേരെ റൂമിലേക്ക് വന്നിരുന്ന് ഈച്ചന് കോൾ ചെയ്യും. പുതിയ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ അവന്റെ അടുത്ത് സംസാരിക്കും. എന്തായാലും നിങ്ങളുടെ പഴയ പ്രോജക്റ്റ് ഒക്കെ സൂപ്പറാണ്, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് നിന്നെ വിളിച്ചു പറയാന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് സുഷിയുടെ അടുത്തേക്ക് ചെല്ലും. ജിൻഷിയുടെ പ്രോബ്ലം എല്ലാം മാറിയില്ലേ, അപ്പോ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി വൈനൊക്കെ കൊടുക്കും. ജിൻഷി എന്റെയും കൂടി ഫ്രണ്ട് അല്ലേ, അവളുടെ സക്സസിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താണ്, അവരുടെ 3 പേരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ലല്ലോ, അതിന്റെ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഫ്യൂച്ചറിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ ഈച്ചനും സുഷിയുടെ കൈ കയറി പിടിച്ച്, സുഷി നീ എന്നെ ചൂസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ നിനക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ചേച്ചി അങ്ങനെയൊന്നുമില്ല,
ഈച്ച നിന്നെ ഞാൻ ചൂസ് ചെയ്തത് കൊണ്ടല്ലേ ഞാനിപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സുഷി നമുക്ക് മാരേജ് ചെയ്താലോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ സുഷിക്ക് ഹാപ്പി ആയിട്ട് കണ്ണൊക്കെ കലങ്ങും. അങ്ങനെ തന്നെ യെസും പറഞ്ഞ് ഈച്ചനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. രാവിലെ തന്നെ ലിങ്ങിന്റെ അമ്മ യാനിന്റെ ഗ്രാൻഡ് പേനെ കാണാനായിട്ട് വരും. രണ്ടുപേരും കൂടി ടീ ഒക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ ഗ്രാൻഡ് പേ ആണെങ്കിലോ, നിനക്കറിയോ യാനിനില്ലേ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളുടെ കമ്പനിയുടെ പ്രോബ്ലംസ് ഒക്കെ മാറ്റാനായിട്ട് അവൻ ഓടിക്കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കാന്ന് പറയും. ആണോ അച്ഛാ, എന്താണ് അവളുടെ പേരെന്ന് ഇങ്ങനെ ചോദിക്കും. അവളുടെ പേര് ജിങ്ഷിന്നോ അങ്ങനെ എന്തോ ആണെന്ന് പറയും. ജിങ്ഷിന്ന് പേരുള്ളവരെല്ലാവരും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞ് നൈസായിട്ട് വിറ്റൊക്കെ ഇട്ടോണ്ടിരിക്കും. അതേ ടൈം ലില്ലിയും ഈസോയും കൂടി പുറത്തേക്ക് വന്നേക്കുവാണ്. എനിക്ക് ശരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് മുഴുവനായിട്ടും ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, ആ ഒരു സങ്കടം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ഈസോ സ്റ്റോപ്പ് ചെയ്ത് ലില്ലിയുടെ കയ്യിൽ കയറി പിടിക്കും. ലില്ലി, ഒരു 5 വർഷം മുൻപ് തന്നെ എനിക്ക് മാരേജ് ആയി. എനിക്കിപ്പോ 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അവളുടെ ഡെലിവറി ടൈമിന് അവളുടെ അമ്മ മരിച്ചുപോയി. അവളെ ഇപ്പൊ നോക്കുന്നത് എന്റെ അമ്മയാണ്. അവളുടെ പേര് വേവേ. നിനക്ക് ഇതൊക്കെ കേൾക്കുമ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും നീ ശരിക്കും ആലോചിച്ചിട്ട് മാത്രം എനിക്ക് മറുപടി തന്നാ മതി. അതെന്ത് മറുപടിയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലില്ലി ആകെ ഷോക്കാകും. എന്തൊക്കെയോ ഈസോയെ മറച്ചു വെക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ 5 വയസ്സുള്ള ഒരു കുട്ടി എനിക്കുണ്ടെന്ന് പെട്ടെന്ന് വന്ന് പറയുമെന്ന് ലില്ലിയും പ്രതീക്ഷിച്ചു കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. അതേ ടൈം ഇപ്പോ ജിങ്ഷിനെ കാണിക്കാണ്. ജിങ്ഷി എന്തോ ഒരു ആവശ്യത്തിന് ഒരു ഹോട്ടലിലേക്ക് വരും. മുന്നേ ആണെങ്കിലോ നമ്മുടെ യാൻ നടന്നു പോകുന്നത് കാണും. അങ്ങനെ തന്നെ യാനിന്റെ അടുത്തേക്ക് ചെല്ലാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കുമ്പോ യാനൊരു റൂമിലേക്ക് കയറി പോകും. അങ്ങനെ ജിൻഷിയും പുറത്തു നിന്ന് ഒന്നകത്തേക്ക് നോക്കും. അവിടെയാണെങ്കിലോ സിഡ്നി ഇരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ ജിൻഷിയുടെ ഫേസ് ഒക്കെ അങ്ങനെ തന്നെ ഡള്ളാകും. സിഡ്നി ആണെങ്കിലോ, നിനക്ക് എന്താ വേണ്ടത്, കഴിക്കാനായിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കും. നീ വാങ്ങിച്ചു തരുന്ന ഫുഡ് കഴിക്കാനായിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്, കാര്യം പറയാനായിട്ട് പറയും. ഓക്കെ, ഞാൻ പറയാം. മിസ്റ്റർ ചെന്നിന്റെ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണോന്ന് പറയും. ശരി, പിന്നെ ഞാൻ എന്റെ ഷെയർസ് ഒക്കെ നിനക്ക് സെൻഡ് ചെയ്ത് തരാന്ന് പറഞ്ഞല്ലോ, അതിന്റെ പ്രിപ്പറേഷൻ ഒന്നും നീ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഗുവാൻ വേറൊരു കമ്പനിയുടെ കൂടെ ചെന്ന് ജോയിൻ ചെയ്യുമെന്ന് പറയും. ആ ചെയ്തു, അത് നിന്റെ കമ്പനിയല്ലേ എന്ന് ഞാനും ചോദിക്കും. നിനക്കപ്പോ ഒരു ചെറിയ സ്നേഹം പോലും എന്റെ അടുത്തില്ലേ എന്ന് ചോദിക്കും. നോക്ക് സിഡ്നി, മിസ്റ്റർ ചാൻ നിന്റെ അടുത്ത് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നെന്നും പറഞ്ഞ് നീ അവരുടെ രഹസ്യങ്ങളൊന്നും അറിഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് പയ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കും. അപ്പൊ തന്നെ സിഡ്നിയും, നീ ശരിക്കും ജിങ്ഷിനെ ലവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ജിങ്ഷിയാണോ നിന്നെ ലവ് ചെയ്യുന്നേന്ന് ചോദിക്കും. ഞാനിതിന് ഒരു മറുപടിയും കൊടുക്കാണ്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകും. അതേ ടൈം ജിങ്ഷിനെ കാണിക്കാണ്. പുറത്തിപ്പോ ഈച്ചന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാണ്. പുതിയൊരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, അതിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ യാനിനെ കണ്ടപ്പോ പുള്ളിക്കാരി ആകെ അപ്സെറ്റ് ആയിട്ട് ഒരുപാട് ഡ്രിങ്ക് ചെയ്യും. ഇപ്പോ നിൽക്കാൻ പോലും പറ്റാണ്ട് വീഴാനായിട്ട് പോകും. ഇത് കണ്ട് ഈച്ചനും അവളുടെ കൈ കയറി പിടിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ തന്നെ ഇവരുടെ ഇടയിലേക്ക് വന്ന്, ഇപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ ഈച്ച, നീ വേണം പോയിക്കോ, ഇവളെ ഞാൻ നോക്കിക്കോളാന്ന് പറയും. ഓ, എന്താ ഞാൻ ഇവിടെ, ഞങ്ങള് പുതിയ പ്രോജക്റ്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നതാണ്. എന്തായാലും ഞാൻ ഇവിടെ വന്നില്ലേ, ഞാൻ എന്തായാലും പോവാന്നും പറഞ്ഞ് ഈച്ചൻ അവിടെ നിന്ന് പോകും. ഈച്ചൻ പോയ പുറകെ തന്നെ, അപ്പോ നീ പുതിയ പ്രോജക്റ്റിന്റെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് ഈച്ചനെ കാണാനായിട്ട് വന്നതാണല്ലേ എന്ന് ചോദിക്കും. അതെ, ഈച്ചൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നറിയും. ഓ, അപ്പോ നീ പറഞ്ഞു വരുന്നത് ഞാൻ നിനക്ക് വലിയ ഹെൽപ്പ് ഒന്നും ചെയ്യാണ്ട് കുടിക്കാൻ മാത്രമേ വാങ്ങി തന്നിട്ടുള്ളൂ എന്നാണോ എന്ന് ചോദിക്കും. ഏയ്, ആവശ്യമില്ലാണ്ട് സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ വഷളാക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നീ തന്നെ സിഡ്നിനെ മീറ്റ് ചെയ്ത് അവളുടെ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത്, ഞാനതിനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ആ, എന്തായാലും ഞാനൊന്നും ചോദിക്കുന്നില്ല, എന്തായാലും നീ വന്ന് കാറിലേക്ക് കയറെന്നും പറഞ്ഞ് ഡോറും തുറന്നു കൊടുത്ത് അപ്പുറത്തേക്ക് ചെല്ലും. ജിങ്സി ആണെങ്കിലോ, എനിക്കിപ്പോ എന്റെ വീട്ടിലേക്കാണ് പോവേണ്ടതെന്ന് പറയും. അപ്പോഴേക്കും ഞാൻ കാറിന്റെ അകത്തേക്ക് കയറും. നീ ഇപ്പൊ കാറിലേക്ക് കയറിയാല് വീട്ടിലേക്കാണെങ്കിലും പോവാനായിട്ട് പറ്റുള്ളൂ, എന്തായാലും നീ അകത്തേക്ക് കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ ജിങ്സി വാതിൽ അങ്ങോട്ട് അടച്ചിട്ട്, ശരിയെന്നാ ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാന്ന് പറഞ്ഞ് ഇവള് കാറിൽ കയറാണ്ട് അവിടെ നിന്ന് നടന്നങ്ങോട്ട് പോകും. അപ്പൊ തന്നെ അസിസ്റ്റന്റ് തിരിഞ്ഞിട്ട്, ബോസ് നിങ്ങൾ ആദ്യം ഇവിടെ ഇറങ്ങി നിൽക്കണം, എന്നാലേ എനിക്ക് ജംഗ്ഷനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. ഇപ്പൊ ഞാൻ അങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കും. അസിസ്റ്റന്റ് ജംഗ്ഷനെ കൂട്ടി പോവുകയും ചെയ്യും. അതേ ടൈം സിഡ്നി ആണെങ്കിലും ഓവറായിട്ട് ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് മിസ്റ്റർ ചെൻ വരും. നീ എന്തിനാണ് ഇത്രയ്ക്കും ഓവറായിട്ട് കുടിക്കുന്നത്, നീ ഇവിടെ കുടിച്ചു കിടന്ന് ചത്താ പോലും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കില്ല, അത് നിനക്കറിയില്ലെന്ന് നിന്നെ ചോദിക്കും. നിനക്കറിയാമോ ഞാൻ യാനിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്?
അവൻ ജർമ്മനിയിലേക്ക് പോയപ്പോ ഞാനും അവന്റെ കൂടെ പോയി. അവന്റെ പഠിത്തം കഴിഞ്ഞ് അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവന് ബിസിനസ്സാണ് ഇഷ്ടമെന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് ഞാനിനെ അത്രയ്ക്കും ഇഷ്ടമെന്നറിയും. എനിക്കും നിന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പോ ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിന്നെ അവൻ കാണില്ല. അവന്റെ മനസ്സിലും കണ്ണിലും ജിൻഷി മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ഓവറായിട്ട് കുടിക്കണ്ട. നീ എന്തായാലും വീട്ടിലേക്ക് പോകുന്നറിയും. ഇല്ല, എനിക്ക് ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് പോവാൻ പറ്റില്ല എന്നറിയും. നീ ഈ കാര്യം പറഞ്ഞ് വിഷമിക്കണ്ട. നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് സിഗ്നിന അവന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു കിടത്തു. അതേ ടൈം ഈസോയുനെയും മോളെയും കാണിക്കാണ്. ആദ്യമായിട്ടാണ് ഈസോയിന്റെ മോളെ കാണിക്കുന്നത്. അവൻ മോൾക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ലില്ലിയുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. എനിക്ക് വേവേനെ മീറ്റ് ചെയ്യണം, അവളുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യണം, നിനക്ക് നാളെ ഒന്ന് അവളെയും കൂട്ടി എന്റെ അടുത്തേക്ക് വരാമോന്നും ചോദിച്ചിട്ടുള്ള മെസ്സേജാണ്. അതേ ടൈം ജിൻഷി ആണെങ്കിലോ ബ്രഷ് ഒക്കെ ചെയ്ത് യാനിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വല്ലതും വരുന്നുണ്ടോന്ന് നോക്കി നിൽക്കുവാണ്. അതേ ടൈം യാനാണെങ്കിലോ ബ്രഷ് ചെയ്തുകൊണ്ട് ജിൻഷിയുടെ ഒക്കെ ഫോട്ടോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഡോറിന്റെ പാസ്വേഡ് വരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. വേവേനെയും കൂട്ടി ഈസോയു ലില്ലിനെ കാണാനായിട്ട് ചെല്ലും. ഒരു ചെറിയ പാർക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ വേവെ ലില്ലിയുടെ അടുത്ത് നല്ല രീതിക്ക് സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ വേവെ പോയി കഴിയുമ്പോ എന്തായാലും വേവേക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നു എന്നറിയും. എനിക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. ഞാനും കൂടി നിന്റെ ഫാമിലിയിലേക്ക് വന്നാല് നമ്മൾ 3 പേരും കൂടി അടിപൊളിയായിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നറിയും. എന്തായാലും നീ കുറച്ച് വെയിറ്റ് ചെയ്യണം. വേവേ നിന്നെ അക്സെപ്റ്റ് ചെയ്യണ്ടേ, അതിന് കുറച്ച് ടൈം അവൾക്കും കൊടുക്കണമെന്നും പറഞ്ഞ് ഇസോയും നിൽക്കാണ്. അതേ ടൈം ലില്ലി ലിങ്ങിന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ഒരുപാട് ഡിഷൊക്കെ ലിങ്ങിന്റെ അമ്മ അവൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോളെ ലൈവില് ഒരുപാട് പേര് ബുള്ളി ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ സങ്കടത്തിലാണോ മോള് കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ റെഡ് ആയിട്ട് ഇരിക്കുവാണ്. എന്തായാലും മോളി ഫുഡൊക്കെ കഴിക്ക്, അപ്പൊ അതൊക്കെ ശരിയാവും എന്നറിയും. ഇല്ല ആന്റി, എനിക്കൊരു കുഴപ്പമില്ല, ഇത് ഞാൻ പുതിയതായിട്ട് ചെയ്ത മേക്കപ്പ് ആണെന്ന് പറഞ്ഞ് നാൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കും. പക്ഷെ ലിങ്ങിന്റെ അമ്മ ഒന്നിലും ഒതുങ്ങുന്നില്ല. എനിക്കറിയാം മോളൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ തന്നെ ലിങ് ആണെങ്കിലും അമ്മേനെ നോക്കിയിട്ട് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് ഒരേ ആക്ഷൻ ഒക്കെ കാണിക്കും. ഇതാണെങ്കിലും ലിങ്ങിന്റെ അമ്മ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. അയ്യോ മോളെ, ഞാനൊരു കാര്യം മറന്നുപോയി, എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. മോളെ നീ നന്നായിട്ട് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് വേണം വിടാനായിട്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും, ഫുഡ് കഴിക്കുന്നു പറഞ്ഞ് നൈസായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി പോകും. എന്തായാലും ലിങ്ങിന്റെ അമ്മയുടെയും ബോണ്ടിങ് അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്തിട്ട് പോയിക്കോളൂ. അങ്ങനെ ലിങ് ഇവരെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പൊ തന്നെ നാൻസി, നീയേ ഞാൻ സങ്കടത്തിലാണെന്ന് വിചാരിച്ച് ഒന്നും ട്രൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. വലിയ സങ്കടമൊന്നും എനിക്കില്ല, അത് ഇത്തിരി സങ്കടം മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് മുഴുവനായിട്ട് ഹാപ്പിനെസ് ആണ്, അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് ഇവള് പാടിയ പാട്ട് സ്പീക്കറിലൊക്കെ ഇടും. അതിനുശേഷം ലിങ്ങിന്റെ അടുത്ത്, അല്ല നെക്സ്റ്റ് പ്ലാൻ എന്താണ്, നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. എവിടാ, ഞാനൊരു പ്ലാനും ചെയ്തിട്ടില്ല. അല്ല നിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കും പറയാനായിട്ടൊരു പ്ലാനൊന്നുമില്ല. പിന്നെ ഇപ്പൊ സിംഗിങ്ങിൽ അങ്ങനെ പോവാണ്. അത് കഴിയുമ്പോ ഡാൻസിങ്ങിലും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താലോ എന്നാണ് എന്റെ ചിന്തയെന്ന് പറയും. എന്ത് ഡാൻസോ? അപ്പൊ നിനക്ക് ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് അറിയോന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ എനിക്കറിയാം, നിനക്ക് വിശ്വാസമാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് നാൻസി അങ്ങനെ ഇരുന്ന് ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവനും അതൊക്കെ കണ്ട് രസിച്ച് അവസാനം ഒരു ഫ്ലോയില് ഇവനും കൂടി ചെന്ന് ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അവസാനം കൈയൊക്കെ പിടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് അവസാനം ഒരു പോസിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ലിങ്ങിന്റെ അമ്മ അകത്തേക്ക് കയറി വരും. അയ്യോ എന്റെ ഫോണ് ഇവിടെ വെച്ച് മറന്നുപോയി എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇവരെ നോക്കുമ്പോ ഇവരാണെങ്കിൽ ഒരുമാതിരി പോസിൽ നിൽക്കുവാണ്. ഇത് കണ്ട് ലിങ്ങിന്റെ അമ്മ പ്ലേറ്റ് അങ്ങനെ തന്നെ മറിക്കും. അയ്യോ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, അതുമല്ലാണ്ട് എന്റെ ഫോൺ എവിടെയാന്ന് അറിയാൻ പാടില്ല, ഫോൺ എവിടെയാന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ഫോണൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാകും. അതേ ടൈം തന്നെ ജിൻഷിനെ കാണിക്കാണ്. ഇത്ര നേരമായിട്ടും യാനിന്റെ അടുത്ത് നിന്നും ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. അതിന്റെ സങ്കടത്തിലാണ് ജിൻഷി ഇപ്പോൾ ഉള്ളത്. എടാ നീ ഇത് കണ്ടോ, ഒരു മെസ്സേജ് പോലും എനിക്ക് അയച്ചിട്ടില്ല. ഞാൻ ദേഷ്യത്തിലാണെന്ന് അയാൾക്ക് അറിയാലോ, എന്നിട്ട് അവൻ എന്താണ് എനിക്കൊരു മെസ്സേജ് പോലും അയക്കാത്തത്? എടാ ഹുവാങ്, നിനക്കുണ്ടല്ലോ ഫ്യൂച്ചറിൽ വല്ല ഗേൾഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗേൾഫ്രണ്ട് ദേഷ്യപ്പെട്ടിരുന്ന ഇങ്ങനെയൊന്നും നീ ഗേൾഫ്രണ്ടിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു മെസ്സേജ് എങ്കിലും അയച്ചിട്ട് അവളൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് നോക്കണമെന്നും പറഞ്ഞിട്ട് ഉച്ചക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കും. ആ ടൈമിനാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അയ്യോ നാൻസി, ഞാൻ നിന്നെ കൊണ്ട് തോറ്റു, നീ വീണ്ടും കീ എടുക്കാനായിട്ട് മറന്നോന്നും പറഞ്ഞ് പെട്ടെന്ന് ചെന്ന് വാതിൽ തുറന്നു നോക്കും. പുറത്തു നിൽക്കുന്നത് ഞാനാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ജിൻഷി അങ്ങനെ തന്നെ വാതിൽ അടച്ചു നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.